السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى محمد سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമളാൻ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ ക്ലാസ്സിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലുള്ള ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ വന്നിരുന്ന പല ഉമ്മമാരും ഉപ്പമാരും രോഗികളാണ്. വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ വിശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങളെയൊക്കെ നീ ശിഫയാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. പല ആളുകളും മരണപ്പെട്ടുപോയി. അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ലോകം നീ നന്മയിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെയാണ് ബദർ അനുസ്മരണം നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്. മറ്റന്നാളാണ് ബദർ ദിനം. ബദർ ദിനം ബദരീങ്ങളെ ആണ്ട് എന്നൊക്കെ നാം പറഞ്ഞ് നമ്മളെല്ലാ വർഷവും അനുസ്മരിക്കുന്ന ആ ബദരീങ്ങളെ കുറിച്ചാണ് ഇന്ന് സ്വല്പനേരം നിങ്ങളുടെ ശ്രദ്ധയിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ബദരീങ്ങൾ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു ധർമ്മസമരം ചെയ്തതുകൊണ്ടല്ല അവർക്ക് മഹത്വമുള്ളത്. ധർമ്മസമരം വളരെ മഹത്വമുള്ളതാണെങ്കിലും അതിൽ മാത്രമല്ല, ബദരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള സ്വഹാബികളാണ്. രണ്ട് വിഭാഗം സ്വഹാബികളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് മുഹാജിർ എന്ന് പറയും, മറ്റൊന്ന് അൻസ്വാർ എന്ന് പറയും. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികൾക്കാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അവരെ സഹായിച്ച് അവർ ചെല്ലുന്ന സമയത്ത് മദീനയിൽ മുഅ്മിനീങ്ങളായി അവരെ വരവേറ്റിരുന്ന ആ സ്വഹാബികൾക്കാണ് അൻസ്വാറുകൾ എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ മുസ്ലിമായതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ത്യാഗങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച ഒരു വിഭാഗമാണ് ഈ മുഹാജിറുകളും അൻസ്വാറുകളും. മുഹാജിറുകൾ എന്ന ഒരു വിഭാഗം തന്നെ ഉണ്ടായത് മക്കയിൽ അവരെ മതപരമായ രീതിയിൽ ജീവിക്കാൻ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അനുവദിക്കാത്തത് കൊണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പല രീതിയിലുള്ള പീഡനങ്ങളും സഹിക്കവയ്യാതെയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം പല നാടുകളിലേക്കും ഹിജ്റ പോയ ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ അവരുടെ സമ്പത്തുകളും മക്കളും അവർ അതുവരെ സ്വരൂപിച്ചതെല്ലാം മക്കയിൽ നിന്ന് ഒഴിവാക്കി പോരേണ്ടി വന്നവർ, കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ ഒഴിവാക്കി മദീനയിലേക്ക്
അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ മതത്തിൽ അനുസരിച്ച് ജീവിച്ചതിന് വേണ്ടി പലായനം ചെയ്യേണ്ടി വന്നവരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന മുഹാജിറുകൾ. എന്നാൽ മദീനയിലുണ്ടായിരുന്ന അൻസാറുകളോ ഒരിക്കലും ഇന്ന് വരെ ഒരു ജനതയും കാണിച്ചിട്ടില്ലാത്ത അങ്ങേയറ്റത്തെ സ്നേഹപ്രകടനങ്ങളാണ് മദീനയിലുള്ള അൻസാറുകൾ എന്ന ആ സ്വഹാബികൾ ഹിജ്റ വന്നിരുന്ന ഈ സ്വഹാബിമാരോട് കാണിച്ചിരുന്നത്. അവരുടെ സ്വത്തിന്റെ നേരെ പകുതി എടുത്തുകൊണ്ട് ഈ വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. മുഹാജിറായി മക്കയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എന്തെല്ലാം കൊടുക്കാൻ കഴിയുമോ അത് മുഴുവൻ ഓഫർ ചെയ്തുകൊണ്ട് മദീനക്കാർ മക്കക്കാരെ അങ്ങേ അറ്റം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തതുകൊണ്ട് അൻസ്വാർ സഹായികൾ എന്നർത്ഥം വരുന്ന ആ പേരിലാണ് മദീനക്കാരായ സ്വഹാബിമാർ അറിയപ്പെടുന്നത്. ഇവരാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങൾ എന്ന് പറയുന്നത്. മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിച്ച രണ്ട് മഹൽ വിഭാഗങ്ങളാണ് മുഹാജിറുകളും അൻസാറുകളും. അവരാണ് ബദരീങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുക. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് അള്ളാഹു മാത്രമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ അന്ത്യപ്രവാചകരാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, 5 വഖത്ത് കറക്റ്റായി നിർവഹിച്ചതിന്റെ പേരിൽ, വീട്ടിൽ വന്നുകൊണ്ട് ഖുർആൻ ഓതിയതിന്റെ പേരിൽ, കുടുംബബന്ധം ചേർക്കണം, മാതാപിതാക്കളുമായി നല്ല രീതിയിലാവണം, മക്കളെ നല്ല രീതിയിൽ വളർത്തണം, മര്യാദകൾ പഠിപ്പിക്കണം, കുടുംബബന്ധം പുലർത്തണം, ഇങ്ങനെയുള്ള പലിശ മേടിക്കരുത്, കൊലപാതകം അരുത്, ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾ പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് മക്കയിലുള്ള ആളുകൾ മുഅ്മിനീങ്ങളായിട്ടുള്ളവരെ ക്രൂശിച്ചിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഇന്നേ വരെ ഏതെങ്കിലും നിലക്കുള്ള ഒരു പീഡനം നമുക്ക് ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. നമ്മൾ പള്ളിയിൽ വരുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരാൾ നമ്മളെ തടഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ നമുക്കിപ്പോൾ പള്ളിയിൽ പോകണ്ടടാ പിന്നെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ നിലക്കുള്ളതല്ലാതെ ബലമായിട്ട് പള്ളിയിൽ പോയതിന്റെ പേരിൽ പീഡനങ്ങളോ മറ്റോ നമ്മൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ മുസ്ലിമായതിന്റെ പേരിൽ മക്കയിൽ ആദ്യമായി ഷഹീദായത് ഒരു സഹോദരിയാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെയും യാസിർ റളിയല്ലാഹുവിന്റെയൊക്കെ ചരിത്രം നമുക്കറിയാം. മുസ്ലിമായതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളുകളാണ്. ഈ പീഡനങ്ങളൊക്കെ ഏൽക്കുമ്പോഴും അവർ വിശ്വസിച്ചിരുന്ന ആശയത്തിൽ നിന്ന് മാറാതെ അവർ ഉറച്ചു നിന്നു. വിശ്വാസിയായതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു, അപ്പോഴും അത് ഉറച്ചു നിന്നു. മദീനയിൽ നിന്ന് വന്ന അൻസ്വാറുകളുടെയും രീതി ഇങ്ങനെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലൊക്കെ രഹസ്യ പ്രബോധനം ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ മദീനയിൽ നിന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു 70 അംഗ സംഘം മക്കയിലേക്ക് വരികയും അവർ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും അവർ നബിതങ്ങൾക്ക് ഓഫർ കൊടുക്കുകയാണ്, അങ്ങ് മദീനയിലേക്ക് വരികയാണെങ്കിൽ അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കാമെന്നും. അങ്ങനെ ഒരുപാട് ഉടമ്പടികൾ അവർ ചെയ്തു. അതിനെ അഖബ ഉടമ്പടി എന്നൊക്കെ പറയും. ഈ സംഭവം മക്കക്കാരറിഞ്ഞപ്പോ പിന്നീട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന സ്വഹാബിമാരെ, നബിതങ്ങൾ അംഗീകരിക്കുന്നവരെ, ഇനി അതല്ല മദീനക്കാരെ തന്നെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ബഹിഷ്കരിക്കുകയും മദീനക്കാരുടെ ചില തോട്ടങ്ങളൊക്കെ അവിടെയുള്ള മുനാഫിക്കുകൾ മുഖാന്തരം മക്കയിലുള്ള പ്രമാണികൾ നശിപ്പിച്ച് അതെല്ലാം നബിതങ്ങൾ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ദ്രോഹങ്ങൾ മദീനക്കാരോടും മുസ്ലിമായതിന്റെ പേരിൽ മക്കക്കാർ ചെയ്തിരുന്നു. പിന്നീട് മദീനയിലൂടെയാണ് അവർക്ക് ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിന് പോവേണ്ടത് എന്ന ചിന്ത വരികയും അതിലൂടെ ഈ മദീനക്കാരെ ഈ രീതിയിൽ അതിക്രമിച്ചാൽ ഭാവിയിൽ നമുക്കത് പ്രയാസമാകും എന്ന ചിന്തയിൽ മക്കക്കാർ ആ ഉപദ്രവങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇങ്ങനെ പീഡനങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ മക്കയിലുള്ള മുഅ്മിനീങ്ങളും മദീനയിലുള്ളവരും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നർത്ഥം. മക്കയിലുള്ള ഖുറൈശികളാണ് ഇത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
വിശുദ്ധ ഇസ്ലാമിന്റെ അവസാനത്തെ പ്രബോധകരാണ്. നമുക്കറിയാലോ അത്. പല ആളുകളും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകളിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇസ്ലാമിന്റെ പ്രചാരകർ എന്ന്. ആദ്യത്തെ പ്രവാചകർ, ഇസ്ലാം ഉണ്ടായത് നബിതങ്ങളിലൂടെയാണ് എന്ന് പറയാറുണ്ട്. നബിതങ്ങളിലൂടെ ഇസ്ലാം അവസാനമായി വന്ന ഒരാളാണ് നബിതങ്ങൾ. ഇസ്ലാമിന്റെ പ്രചാരകരായി അവസാനം വന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിന്റെ മുമ്പുണ്ടായിരുന്ന ഓരോ പ്രവാചകരും പ്രചരിപ്പിച്ചത് വിശുദ്ധ ഇസ്ലാം തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു മുമ്പുള്ള പ്രവാചകരാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തി. ആ പ്രബോധനം അനുസരിച്ച് ആളുകൾ കുറെ കാലം ജീവിച്ച് ആ പ്രബോധനത്തിൽ നിന്ന് ജനങ്ങളെല്ലാം തെറ്റിമാറി ഫുള്ള് വഴികേടിൽ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളിലാണ് അള്ളാഹു അവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി അടുത്ത ഒരു പ്രവാചകരെ അയക്കുക. അങ്ങനെ പ്രവാചകരെ അയച്ച് അതിൽ അവസാനം വന്നവരാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇവിടെ യാദൃശികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച സ്വഹാബിമാരാണ് മക്കയിലുണ്ടായിരുന്ന മുഹാജിറുകളും മദീനയിൽ അവർ വന്നപ്പോൾ അവരെ സഹായിച്ചിരുന്ന അൻസ്വാറുകളും. ഇവരാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങൾ. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമായതിൻ്റെ പേരിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ കഴിയുക എന്നുള്ളതാണ്, ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചില കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചില കടങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ, ഇത് വരുമ്പോഴേക്ക് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നു. പിന്നെ നിസ്കാരം വേണ്ട, അന്ന് ഖുർആൻ ഓതുന്നില്ല, പിന്നെ ടെൻഷനാണ്, ഒന്നുമില്ല, ഈ രീതിയിലാണ് ഇരിക്കുന്നത് എങ്കിൽ ഈ സ്വഹാബിമാരുടെയൊക്കെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് സാമ്പത്തികമായി ദേഹോപദ്രവം എന്തെല്ലാം അവർ സഹിച്ചു. ദീനായതിന്റെ പേരിൽ, അള്ളാഹ്ക്കനുസരിച്ച് ജീവിച്ചതിന്റെ പേരിൽ. അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരു സമൂഹത്തിനും പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി, മുഅ്മിനായൊരു മനുഷ്യന്റെ ജയിലാണ് യഥാർത്ഥത്തിൽ ദുന്യാവ്. ജയിലിൽ കിടക്കാൻ വലിയ സുഖം ഉണ്ടാവും? ജയിലിൽ കിടക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. ജയിലിൽ എപ്പോഴും പ്രയാസമാണ് ഉണ്ടാവുക. ഇതേ ഒരവസ്ഥയാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു മുഅ്മിനിന് ഭൂമിയിൽ ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇസ്ലാമികമായി പ്രബോധനത്തിനും ദീനി രീതിയിലുള്ള ചുറ്റുപാട് ജീവിക്കാനും ഒക്കെ വളരെ സൗകര്യമുണ്ട് എങ്കിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഒരു ഹോളി ആഘോഷത്തിന്റെ പേരിൽ, ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ഹോളി ആഘോഷത്തിന്റെ പേരിൽ അത് നടന്നു പോകുന്ന വഴികളിലുള്ള പള്ളികളൊക്കെ ഡാർപ്പായിട്ട് മൂടി വെച്ചിരിക്കും. ഇപ്പൊ നമ്മള് ചില യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കണ്ടു. അത് സത്യമാണോ ഇല്ലയോ എന്നറിയില്ല. പള്ളിയുടെ മുമ്പിൽ പോയി ജയ് വിളിക്കുകയും പള്ളിയെ കല്ലെറിയുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ചുറ്റുപാട്. അന്നത്തെ ദിവസം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ആ ഒരു സാഹചര്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും നല്ല രീതിയിൽ മുസ്ലിമായി ജീവിച്ചതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഇനി നമ്മൾ അന്താരാഷ്ട്രപരമായി ചിന്തിക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും അതേപോലെ ഇറാഖിലും ഇറാനിലും യമനിലും ഇപ്പൊ നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസ് ഏറ്റവും നമുക്ക് ശ്രേഷ്ഠമായ മക്ക മദീന കഴിഞ്ഞാൽ പിന്നെ മഹത്വമുള്ള ഒരു പള്ളിയാണ് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ഫലസ്തീൻ ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങൾ ഇതാണ്. ലോകത്ത് എപ്പോഴും അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതവരുടെ ഈമാനികമായ ശക്തി വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ. ഇതിലും വലിയ പീഡനങ്ങളാണ് അസ്ഹാബുൽ ബദറിന് ഈ ലോകത്ത് ഏൽക്കേണ്ടതായി വന്നത്. അതുകൊണ്ട് തന്നെ ആ പീഡനങ്ങളിലെല്ലാം സഹിച്ചുകൊണ്ട്, ആ പ്രയാസങ്ങളിലെല്ലാം സഹിച്ചുകൊണ്ട് അല്ലാഹു എന്താണോ പറഞ്ഞത് ആ ഒരൊറ്റ പോയിന്റിൽ തന്നെ അവർ ഉറച്ചു നിന്നു. അതിന് ജീവൻ പോയാലും ശരി, സ്വത്ത് പോയാലും ശരി, കുടുംബങ്ങളോ നാടുകളോ എന്ത് തന്നെ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുവോ അതിനെല്ലാം മാറ്റിക്കളയാൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല.
അതുകൊണ്ട് തന്നെയാണല്ലോ അസ്ഹാബുൽ ബദറാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണ് ലോകത്തിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ള ആളുകൾ. പ്രവാചകർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവര് ഈ ആളുകളാണ്, മുഹാജിറുകളാണ്, അൻസ്വാറുകളാണ്. അൻസ്വാറുകളെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞത് ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ, മദീനക്കാരായ അൻസ്വാറുകളെ പ്രിയം വെക്കൽ എൻ്റെ മുഅ്മിനീങ്ങളെ, അത് ഈമാനുള്ള ഒരാളുടെ ലക്ഷണമാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ പോയ ആളുകൾക്കറിയാം മക്കയും മദീനയായിട്ടുള്ള ഒരുപാട് വ്യത്യാസമുണ്ട്. ആളുകൾക്കിടയിലുള്ള ആ ഒരു സംസാരവും അവരുടെ ബഹുമാനവും ഒരാതിഥ്യ മര്യാദയും ഒരു നിശബ്ദമായിട്ടുള്ള അവസ്ഥയും. മക്കയിൽ നിന്ന് നേരെ നമ്മൾ മദീനയിലേക്ക് ചെന്നാൽ മദീന ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും ഒരു സൈലന്റാണ്. അത്രയും ഒരു ആദരവിന്റെ ബഹുമാനത്തിന്റെ പ്രതീകങ്ങളാണ് മദീനക്കാർ. അങ്ങേയറ്റത്തെ അല്ലാഹു തആല അവരോടൊപ്പം സ്വർഗത്തിൽ പോവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഈ പ്രയാസങ്ങളെല്ലാം ദീനിനു വേണ്ടി സഹിച്ചു. അവരോട് തന്നെയാണ് വിശുദ്ധമായ ഒരു റമളാൻ മാസത്തിൽ, അതിന്റെ മുമ്പ് ഒരു റമളാൻ മാസം വന്നിട്ടില്ല, ആദ്യമായിട്ടുള്ള റമളാൻ മാസമാണ്. ആ റമളാൻ മാസത്തിൽ ഇങ്ങനെയൊരു ധർമ്മസമരത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുന്നത്. അങ്ങനെ അവർ ആ ധർമ്മസമരത്തിന് തയ്യാറാവുകയും ചെയ്യുന്നത് ആയുധങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ല. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമുക്ക് പറയാം. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് ബദരീങ്ങൾ മഹത്വമുള്ളവരാണ് എന്ന് അവരെ കുറിച്ച് ഖുർആനും സൂചിപ്പിക്കുന്നു, ഹദീസുകളും സൂചിപ്പിക്കുന്നു. മഹത്തുക്കൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല, ബദരീങ്ങളെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്നതും ഒരു പുണ്യകർമ്മമാണ്, അത് കേൾക്കുന്നതും ഒരു പുണ്യകർമ്മമാണ്. മഹത്തുക്കളായ ആളുകൾ അവരുടെ മുൻകാല കിതാബുകളിൽ എഴുതി വെച്ചത്, ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ അവിടുത്തെ ബദർ പടപ്പാട്ട് എന്ന് പറയുന്ന ബദരീങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നതായി കൊണ്ട് കാണാം. അത് ഇങ്ങനെയാണ്. ബദരീങ്ങളെ കുറിച്ച് പറയുന്നതും അത് കേൾക്കുന്നതുമൊക്കെ നമ്മളെ പാപം പൊറുക്കാൻ കാരണമാകുന്ന ഒരു കാരണങ്ങളാണ്. അടങ്കലും നബിയാക്കൾക്കുള്ള ഫിർഔനോർ അബുജഹൽ കൂകം ഒട്ടാമേ, അഹ്മദൻ നബി തിരുനാവാൽ ഫിർഔനുൽ അക്ബർ എണ്ടൂരത്തോനാമേ, കൊടിയോനെ കൂലത്തെ ഗസ്വത്തുൽ അളം ഹുവലൈ കേട്ടിടൂർക്കാമേ, കോനവൻ പോറുക്കും വേളാണ്ട് പിഷയണ്ട് കൂറിനാർ ഉലമാതാമേ. അബൂജഹൽ അടക്കമുള്ള ഏറ്റവും വലിയ ശത്രു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻകാല പ്രവാചകന്മാർക്കൊക്കെ ശത്രുക്കൾ വന്നിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ശത്രുവുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശത്രുവുണ്ട്. ഏത് പ്രവാചകർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അബൂജഹലായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളി. ആ അബൂജഹലിനെ തറപറ്റിച്ച ആ ഒരു ധർമ്മസമരമാണ് ഈ ബദർ യുദ്ധം എന്ന് പറയുന്നത്. ആ ഒരു ബദർ ചരിത്രത്തെക്കുറിച്ച് പറയുകയും അതിൽ പങ്കെടുത്തവരെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ആ ഒരു കാര്യം, അത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, അത് നിങ്ങളുടെ പാപം പൊറുക്കാൻ കോനവൻ പോറുക്കും വേളാണ്ട് പിഷയുണ്ട് കൂറിനാറുലമാതാമേ. 7 വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും ഈ മഹാന്മാരുടെ ചരിത്രം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്താൽ എന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ബദർ മൗലിദ് ഓതാൻ വേണ്ടി നമ്മളൊക്കെ നേർച്ചയാക്കാറുണ്ട്, അല്ലേ? വീട്ടിൽ പരതാമസം ഉണ്ടാകുമ്പോ ബദർ മൗലൂദ് ഓതിക്കൊണ്ടാണ് നമ്മൾ ആ പരതാമസം തുടങ്ങുന്നത്. എല്ലാവിധ ജിന്നും ശൈത്താനും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവാനും അവര് ക്ഷമിച്ചതുപോലെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും
ദീനീ കാര്യങ്ങളിൽ ക്ഷമയോടുകൂടെ ജീവിക്കാനുള്ള പുതിയ ഒരു ആർജവം അവരെ കൊണ്ട് തവസ്സുലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടാണ് നമ്മൾ പുരതാമസം തുടങ്ങുന്നത്. അതേപോലെ വിഷമങ്ങളും പ്രയാസങ്ങളും വരാനും നമ്മളെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ ബദർ മൗലിദ് നേർച്ചയാക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. ഇതൊക്കെ ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ടാണ്. അല്ലാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കുമാറാവട്ടെ. അവരുടെ ഒരു പ്രത്യേകത, ചെയ്തു പോയ ദോഷങ്ങളും ഇനി ചെയ്യാനുള്ള ദോഷങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുത്തൊരു വിഭാഗമാണ് ബദരീങ്ങൾ എന്നാണ്. എങ്ങനെ? ചെയ്തു പോയ ദോഷം ഇനി അഥവാ ചെയ്യുമെങ്കിൽ അതും ഇതൊക്കെ അല്ലാഹു തആല അഡ്വാൻസായി പുറത്തു കൊടുത്ത ഒരു വിഭാഗമാണ് ബദരീങ്ങൾ. അങ്ങനെയുള്ള ഒരു വിഭാഗം പിന്നില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? കേവലം ഒരു ധർമ്മസമരത്തിൽ പങ്കെടുത്തു എന്നതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചല്ലോ, അത്രത്തോളം ദീനിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ആളുകളാണ് അവർ. എപ്പോഴും നമ്മൾ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് വിജയത്തിലെത്തുമ്പോൾ അതിനൊരു മാധുര്യം ഉണ്ടാകും. നമുക്കൊന്നും ത്യാഗങ്ങൾ സഹിക്കാൻ തീരെ വയ്യല്ലോ. ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കാൻ വയ്യ. അപ്പോഴേക്ക് പ്രയാസങ്ങൾ വരുമ്പോഴേക്ക് അള്ളാനെ മറക്കുന്ന ചുറ്റുപാടിലേക്കാണ് ഇന്ന് സമൂഹം പോകുന്നത്. ടെൻഷൻ വന്നാൽ കള്ളു കുടിക്കുക. പുതിയ ഒരു ട്രെൻഡ് സിനിമകളിൽ നിന്നും ചില നോവലുകളിൽ നിന്നൊക്കെ കിട്ടുന്നതായ ഒരു സന്ദേശമാണ്. പ്രയാസം വരുമ്പോ മദ്യപിക്കുക. ഇത് നമ്മുടെ പുതുതലമുറയും ആവർത്തിച്ചു വരുന്നു. പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് മദ്യപിക്കുക. വിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രയാസമുള്ള സമയത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്നാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസം വിഷമം വന്നപ്പോൾ അല്ലാഹു തആല നബി തങ്ങളോട് പറഞ്ഞത്, നബിയേ അങ്ങ് നിസ്കരിക്കുക എന്നാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാലോ. ഒരു സ്ത്രീ ഗർഭിണിയായി പ്രസവിച്ചു. അതിന്റെ കുഞ്ഞ് ജുറൈജ് റളിയല്ലാഹു അൻഹു ആണ് എന്നവർ കള്ളം പറഞ്ഞു. ഇന്ന് നമുക്കത് പരിശോധിക്കാനുള്ള DNA ടെസ്റ്റ് ഒക്കെ നടത്താം. അന്ന് അതൊന്നുമില്ല. ആളുകൾക്കിടയിൽ വഷളായി, നാണം കെട്ടു, അടിച്ചു ആളുകളൊക്കെ കൂടി. ആ സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, സ്വഹാബികളെ, ജനങ്ങളെ, 2 മിനിറ്റ് നിങ്ങൾ എനിക്ക് സമയം തരണം. ആ പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിലും 2 മിനിറ്റ് വുളൂ ചെയ്തുകൊണ്ട് നിസ്കരിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തു ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. ആ സമയത്ത് അല്ലാഹു തോന്നിപ്പിച്ചു, ആ കുട്ടിയോട് തന്നെ ചോദിക്കുക നിന്റെ പിതാവ് ആരാണെന്ന്. കുട്ടിയോട് ചോദിച്ചു നിന്റെ വാപ്പയാരാണെന്ന്. സംസാരിക്കാനുള്ള പ്രായമെത്താത്ത ആ കുഞ്ഞ് ഈ ജുറൈജിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, എന്റെ പിതാവ് ഇന്നാലിന്റെ മനുഷ്യനാണ് എന്ന്. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാ? ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിസ്കരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹുവിന് വഴിപ്പെടുന്നത് കൂടുതലാക്കുക, ദിക്ർ ചൊല്ലുക, ദുആ ചെയ്യുക. ഇതാണ് ഒരു യഥാർത്ഥ മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ടെൻഷനോ വിഷമങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അവൻ ലഹരി ഉപയോഗത്തിലേക്ക് പോവുകയല്ല. ഇപ്പൊ പുതിയ ചില പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. എന്ത് വിരോധാഭാസമാണ് അതൊക്കെ, അല്ലേ? ലഹരി ഉപയോഗത്തെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഒരുപാട് ക്ലാസ്സുകളിലൂടെ പറഞ്ഞതാണ്. ലഹരി ഉപയോഗിക്കുന്നവനും അതിന് സഹായം ചെയ്യുന്നവനും അതുമായി ബന്ധപ്പെട്ട് ഒരു പണി ചെയ്യാനും പാടില്ല. ഒക്കെ അള്ളാന്റെ ലയനത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. പിന്നെ ഈ ലഹരി ഉൽപാദനം അതിന് പ്രചോദനം നൽകുന്നു, അതിലൂടെ ആളുകളെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്ര വിരോധാഭാസമാണ്. ആശയപരമായി വിശുദ്ധ ഇസ്ലാമിനെയും അതിന്റെ സന്ദേശങ്ങളെയും എതിർക്കാൻ പറ്റാതാവുമ്പോ ആളുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്ന ചില സംഘികളുടെയും കൃസംഘികളുടെയും ഉള്ള ചില ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണ് ഇത്തരത്തിലുള്ളതായ വിദ്വേഷത്തിന്റെ ഒരുപാട് പദപ്രയോഗങ്ങൾ. അപ്പൊ എന്തോ ആവട്ടെ,
വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. എൻ്റെ മക്കളെ, എൻ്റെ സഹോദരിമാരെ, അതാണ് ബദർ നൽകുന്ന നമ്മുടെ ഒന്നാമത്തെ പാഠം. മറ്റൊന്ന്, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് തന്നെ വന്നാലും തല തന്നെ പോയാലും ശരി, അല്ലാഹുവിനെ എതിര് ചെയ്യാതെ ജീവിക്കാനുള്ള ആ ഒരു പരിശ്രമം, അതിനു വേണ്ടിയുള്ള ഒരു പ്രചോദനം, അതാണ് ബദർ നൽകുന്ന നമുക്കുള്ള രണ്ടാമത്തെ പാഠം. മാത്രമല്ല, ബദരീങ്ങൾ ഈ രീതിയിലൊക്കെ ജീവിച്ചത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉന്നതമായ മഹിതമായ സ്ഥാനം അവർക്ക് കൊടുത്തത്. എത്രത്തോളം ആ സ്ഥാനം എന്നറിയുമോ? കറാവുങ്ങൾ ചെയ്തതും എനി ചെയ്യും ഖതദംബ ഗഫറല്ലാഹു ലക്കും മണ്ടറുകളെ മർതബ ഏകി കമൽ മുഹ്താജുമേ കില്ല യനി ബിത്തൗബ ഇറയവൻ വഹിയനി കമരർ കോനറിവിത്താർ എണ്ടാറ്റൽ നബി ഹദീസരുൾ ബീടുത്താർ റാഫി എണ്ടുള്ള ബദീരിയോർ ഇതൈ ഊരത്താർ. ചെയ്തതും ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപവും അല്ലാഹു തആല പുറത്തു കൊടുത്തതാണ് ബദരീങ്ങൾക്ക്. ഇത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ വഴി അഭിപ്രായമല്ല, ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ കുറിച്ച് പറഞ്ഞതല്ല. ഇത് ഇറയവൻ വഹിയേനി കമരർ കോൻ അറിവിത്താൻ. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് വഹി അറിയിച്ചു തന്നതാണ് എന്ന് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രതിസന്ധികളിൽ തളരാതെ എല്ലാം അല്ലാഹുവിന്റെ വഴിയിലേക്കാക്കി ജീവിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് കൊടുത്തതായ ഒരു സ്ഥാനം, അവർക്ക് കൊടുത്തതായ ഒരു പദവി, അത് വിശദീകരിക്കുകയാണ്. അവർ എല്ലാ ചെയ്തു പോയതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് അസ്ഹാബുൽ ബദർ എന്ന്. അല്ലാഹു തആല അവരെ സ്നേഹിക്കാനും അവരെ മഹബത്ത് വെക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരാണ് ബദരീങ്ങൾ. ഇനി നമുക്ക് ചരിത്രത്തിലേക്ക് തന്നെ പോവാം. ബദരീങ്ങളെ കുറിച്ചുള്ള ഏകദേശം ഈ ധർമ്മസമരത്തിലേക്ക് പോകുന്നതിന്റെ മുമ്പ് തന്നെ അവർ ദീനിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ നമ്മൾക്ക് ചെറിയ രീതിയിലൊന്ന് മനസ്സിലായല്ലോ. ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ഈ സ്വഹാബിമാർ മദീനയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ അനുവദിച്ചില്ലെന്ന് നമ്മൾ പറഞ്ഞു. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നാൽ അവരെ പീഡിപ്പിക്കുക, അവരെ പ്രയാസപ്പെടുത്തുക. അതേപോലെ അവർ വലിയ ഒരു കച്ചവട സംഘവുമായി ഷാമിലേക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്നതായ ഒരു ലാഭം, ആ ലാഭം കൊണ്ട് മദീനക്കാരായ നബിതങ്ങളെയും നബിതങ്ങളോട് വിശ്വസിക്കുന്ന ആളുകളെയും വകവരുത്താൻ, അവരെ തുരത്താൻ എന്നുള്ള പ്ലാനിങ്ങോടുകൂടെ സമ്പത്തിന് വേണ്ടി വലിയ ഒരു കച്ചവട സംഘത്തെ പറഞ്ഞയക്കുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ആ കച്ചവട സംഘത്തെ തടയുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. എന്നാൽ നബിതങ്ങൾ എത്തുമ്പോഴേക്ക് അവർ വഴിമാറി സഞ്ചരിച്ച് അവർ പോയിരുന്നു, മക്കയിലേക്ക് രക്ഷപ്പെട്ടു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന വീണ്ടും വന്നു, അവരെ നേരിടണം. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ് ചരിത്രം. അവരെ നേരിടണം, അവരെ നേരിടണം എന്ന് പറഞ്ഞ് ഈ വാർത്ത കിട്ടിയപ്പോൾ അഹങ്കാരികളായ ഖുറൈശികൾ വലിയ ഒരു സൈന്യവുമായി, 1000 പേരടങ്ങുന്ന ഒരു സൈന്യവുമായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബിതങ്ങളെ എതിരിടാൻ വേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മദീനയിൽ നിന്ന് ബദർ എന്ന് പറയുന്ന, ഇന്നൊക്കെ നമ്മൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോയാൽ പോകുന്ന ആ ബദർ എന്നുള്ള ചെങ്കുന്തായ ആ ഒരു സ്ഥലം, പരന്ന് കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലം, അവിടേക്ക് നബിതങ്ങളും സ്വഹാബിമാരും പോവുകയാണ്.
ആ പോകുന്നതായ സംഭവം അവരുടെ കൈവശം വലിയ ആയുധങ്ങളൊന്നുമില്ല. മക്കക്കാരുടെ കൈവശം ഒരുപാട് ആയുധങ്ങളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട്, ധാരാളം കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, എല്ലാ നിലക്കുമുള്ള ആയുധ സജ്ജരായി വരുന്ന ആ ഖുറൈശികളെ നേരിടാൻ പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സ്വഹാബിമാരുടെയും കൈവശം വളരെ തുച്ഛമായ ആയുധങ്ങളാണ്, വളരെ തുച്ഛമായ ആളുകളാണ്. 1000 ആളോട് നേരിടാൻ 313 ആളാണ് പോകുന്നത്. അത് തന്നെ നോക്കാം. ഇതിലൂടെയൊക്കെ നമുക്ക് നൽകുന്നൊരു സന്ദേശമുണ്ട്. ആളുകളുടെ വലിപ്പത്തിലോ ആളുകൾക്ക് എത്രത്തോളം ആയുധങ്ങളോ സമ്പത്തോ സ്വാധീനമോ ഉണ്ടോ എന്നതിലല്ല വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഈമാനികമായ ശക്തിയിലാണ്. ഈമാനികമായ ശക്തിയുണ്ട്. അള്ളാഹുവോട് നമ്മൾ സഹായം തേടിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്കുണ്ടാകും. ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഈ വാർത്തയറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും അതാ ബദറിലേക്ക് പോവുകയാണ്. ബദറുൽ ഹുദായാസീനൻ നബി ഖറജായന്നേരം വളർകൊടി മൂണ്ടെണ്ണം കേട്ടിടയതിലുണ്ട് അബിയല്ല വർണ്ണമതാ പിന്നണ്ടും അസ്വദുമാമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും പോവുകയാണ്. ആ സമയത്ത് അവർക്ക് അവരുടേതായ കൊടി, അവരുടെ കൊടിയുടെ കളർ 2 എണ്ണം, അതിൽ 2 കറുത്ത നിറവും ഒരെണ്ണം അബിയല് വെറുത്ത നിറവുമുള്ളതായ രീതിയിലുള്ള 3 പതാകകളുമായിട്ട് അവർ ബദറിലേക്ക് യാത്ര പോവുകയാണ്. പോകുന്ന സമയത്ത് ആരൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത്? നബി തങ്ങൾ അത് വിശദീകരിക്കുക കൊടുക്കുന്നുണ്ട്. സദത കുടൈകോൽ പൊങ്കും തിരുകരമാലുണ്ടാമ തദിനബീതൻ തോളർ മിസ് അബിലീണ്ടാർ അവരത തനബിടൈ ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ. ഒരു പിടിച്ചുകൂടി കൊടി പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ അതാ മുമ്പിൽ നിർത്തുകയാണ്. ആ മുന്നിൽ ഒരു കൊടി പിടിച്ചുകൊണ്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ നിർത്തി. ഇദമൗകാബാം സത്തി പുലിയലിയാർ തങ്ങൾക്കും യദലമാമുണ്ടാം സഅദ് ഇബ്നു മുആദിൽ അരശരെ ഇടബലവും നിണ്ടാറങ്കവരിര് പേരും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു 2 ഭാഗത്തുമായി അണിനിന്ന് അതിന്റെ പുറകിൽ ബാക്കിയുള്ളതായ സ്വഹാബിമാരും അണിനിന്ന് അവർ ബദറിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അവരുടെ കൈവശമുണ്ടായിരുന്ന ആയുധം എന്ന് പറയുന്നത് അധികമൊന്നുമില്ല, കുറഞ്ഞ ആയുധങ്ങൾ മാത്രമാണ്. ഒരു കൗലില്ലാരണ്ടും അതിൽ മികുന്താത്തുൽ ഫുളൂൽ അത് നബി പൂണ്ടേ അവരിലെ അടവസുയൂഫേട്ടുണ്ട് തിസ്അരിമാഹും അതദ ദുറൂഉണ്ട് 9 അങ്കികൾ. ഒരു കൗലിൽ 6 എണ്ണം. അതേപോലെ വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവശമുള്ള മികച്ച ഒരു പടയെങ്കി അത് നബി തങ്ങൾ എടുത്തിരിക്കുന്നു. അതേപോലെ അവരിൽ വാളുകൾ 8 തിസ്അരിമാഹും 9 കുന്തങ്ങൾ. ഇത് മാത്രമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. എന്തിനാ പോണത്? വേട്ടക്കൊന്നുമല്ല, യുദ്ധത്തിന് പോവാണ്. കുറഞ്ഞ ഒട്ടകം, എല്ലാവർക്കും നടന്നു പോകാനുള്ള ഒട്ടകം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഊഴം വെച്ചാണ് നടന്നു പോയിരുന്നത്. മരുഭൂമിയിലാണ്, നല്ല ചൂടുണ്ടാകും, മണൽ സൂര്യപ്രകാശം തട്ടി കഠിനമായ ചൂടുണ്ടാകുമ്പോൾ ചെരുപ്പില്ലാണ്ട് നടക്കാൻ കഴിയില്ല.
കുറച്ച് ഒരാൾ ഒട്ടകപ്പുറത്ത് കയറുമ്പോൾ വേറെ ഒരാൾ നടക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പൊക്കത്തുള്ള ആൾ ഇറങ്ങി അടി നടന്നിരുന്ന ആൾ കയറും. ഇങ്ങനെയൊക്കെയാണ് അവർ യാത്ര ചെയ്തിരുന്നത്. ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് യുദ്ധത്തിന് വരുന്ന ആളുകളോട് ഏറ്റുമുട്ടാൻ ആയുധങ്ങൾ പോലും യഥാവിധി ഇല്ലാതെ ആ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചു. എന്ത് തന്നെ നബി തങ്ങൾ കൽപ്പിച്ചാലും അത് അനുസരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ എതിര് ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുനിയാവിൽ വരുന്ന ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ക്ഷമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അതിയായ ഒരു ഹൃദയം കൊടുക്കുകയും അതനുസരിച്ചുകൊണ്ട് അവർ ക്ഷമിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയാണ് അവർ ബദറിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് ബദർ സംഘടന നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സൗകര്യത്തിലും പോയിക്കൊണ്ടുള്ള ഒരു യുദ്ധമൊന്നും ആയിരുന്നില്ല അത്. ഇനി അവർ ബദറിലെത്തി, ഖുറൈശികളും എത്തി. അവരുടെ ആ വലിപ്പവും അവരുടെ എണ്ണവും ഒക്കെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബികളെയും അവർ പേടിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും ഒക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ചെയ്യുന്നത് എന്താണെന്നറിയുമോ? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടെന്റ് കെട്ടി ആ ടെന്റില് നബിതങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ട് നബിതങ്ങൾക്കുള്ള കാവലായി നബിതങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ നബിതങ്ങൾ സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോ നബിതങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കും. ആ നിസ്കാരത്തിലേക്ക് നിന്ന ശേഷം നബിതങ്ങൾ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദുആ ചെയ്തുകൊണ്ട് നബിതങ്ങൾ ഇങ്ങനെ ദുആർക്കുകയാണ്. അല്ലാഹുവേ, ഇന്നത്തെ ഈ ദിവസവും സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്നതായ ഒരു ദിനമാണ്. ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളെങ്ങാനും പരാജയപ്പെട്ടാൽ ഒരിക്കലും പിന്നീട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടാവണമെങ്കിൽ ഈ ധർമ്മസമരത്തിൽ ഞങ്ങൾക്ക് വിജയിച്ചേ കഴിയൂ, അള്ളാഹുവിന്റെ സഹായം ലഭിച്ചേ കഴിയൂ എന്നുള്ള രീതിയിൽ അള്ളാഹുവിനോട് മനസ്സുരുകി ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല ആ ദുആ കബൂലാക്കുകയാണ്. പ്രയാസമുള്ളപ്പോ നിസ്കരിക്കാൻ നിൽക്കുക, ദിക്ർ ചൊല്ലുക, അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. ആ ദുആ ഒരിക്കലും തട്ടപ്പെടാത്ത ദുആയായിരിക്കും. നബിതങ്ങൾ ദുആ ചെയ്യുമ്പോ അതാ ഉടൻ ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം തുടങ്ങിയ മാലാഖമാരുടെ നേതൃത്വത്തിൽ ധാരാളം മലക്കുകളെ ബദറിലേക്ക് ഇറക്കുകയാണ്. ബദറിലേക്ക് ഇറക്കി സ്വഹാബിമാരെ സഹായിക്കാൻ വേണ്ടി അവർ സജ്ജരായിരിക്കുകയാണ്. മറ്റേ സ്വഹാബിമാർക്ക് ഇവരെ കാണാൻ കഴിയുന്നില്ലല്ലോ. എന്നാൽ ആ സമയത്ത് ശത്രുക്കളുടെ കൂടെ ഉണ്ടായിരുന്ന അവർക്ക് എല്ലാ നിലക്കുമുള്ള ഐഡിയയും പറഞ്ഞു കൊടുത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇബ്ലീസിന് ഈ മലക്കുകൾ ഇറങ്ങിയത് കാണാൻ സാധിക്കുന്നു. ഇബ്ലീസ് ആ സമയത്ത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ രൂപത്തിലാണ് ബദറിൽ വന്നിട്ടുള്ളത് പടയാളികളുമായി. ഈ സുറാഖത്താണെന്ന വിചാരത്തിൽ അബൂജഹൽ ഇബ്ലീസിന്റെ കയ്യിനെങ്ങനെ മുറുകി പിടിച്ചിരിക്കുകയാണ്. മലക്കുകളെ കണ്ടപ്പോ ഈ പിടി വിടിപ്പിച്ചുകൊണ്ട് ഇബ്ലീസ് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. അബൂജഹൽ മുറുകെ പിടിച്ചു, എന്നിട്ടും വിട്ടില്ല. അവസാനം അബൂജഹലിന് തട്ട് കൊടുത്തുകൊണ്ട് ഇബ്ലീസ് ഓടിപ്പോയി എന്നാണ്. ഇബ്ലീസ് ബദറിൽ ഇറങ്ങിയ പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അത് ഇതാണ്. അബൂജഹൽ വിടുന്നില്ല. അതേപോലെ തന്നെ മലക്കുകളെ ഇബ്ലീസിന് കാണാം, അബൂജഹലിന് കാണൂല. ഇവിടെ നിന്ന മലക്കുകളെ കൊണ്ട് തടികേടാകും. ഇവിടുന്ന് അബൂജഹലാണെങ്കിലോ പിടിച്ചിട്ട് വിടുന്നില്ല. ആ ഒരവസ്ഥ. ഈ അവസ്ഥയിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവിടെ നിന്ന് പോയി
അങ്ങനെ എല്ലാ നിലക്കും അവർ യുദ്ധസജ്ജരായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് ഓരോ വീമ്പ് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ഓരോ ആളുകളും ഓരോ ശത്രുക്കളും വീമ്പ് പറഞ്ഞുകൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു വിളിയാളം നടക്കുമ്പോ ഓരോ സ്വഹാബിമാരും അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി, ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങി, ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇറങ്ങി. അങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ നടക്കുകയും ആ ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ആ ടെന്റിനകത്തിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദുആ എത്രത്തോളം എന്ന് വെച്ചാൽ അടലേറ്റം കടുപ്പമായി എനും റാവി വിളമ്പുന്ന അഖ്റബുൽ മുഖറബീൻ റസൂലുള്ളാഹ് താൻ മെയ്യെ ആരംഭ തിരു കൈമ കകമ്പൂക്കോരാ തടിയേറ്റം വെടിവൂറ്റ നബി കൂടെ അതീഖുള്ള താം ഒയ്യേ സ്വഹാബാക്കൾ ഒരുത്തർ ഇല്ലേ മെയ്യെ സകലോരും ചമർ പൂക്ക് പൊരുതുന്നോരാ. എല്ലാവരും യുദ്ധക്കളത്തിൽ ഇങ്ങനെ പൊരുതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ടെന്റിലിരുന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അതീഖുല്ലാഹ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പേരാണ് അതീഖുല്ലാഹ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ആ ചാരത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇബ്ലീസും പടയാളികളും വലിയ ഒരു സൈന്യവുമായിട്ട് ശത്രുക്കളെ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വരുന്നത്. ആ സെക്കൻഡിലാണ് നബി തങ്ങൾ ഈ രീതിയിലുള്ള ദുആ ചെയ്യുന്നത്. നബി തങ്ങളുടെ ദുആ അങ്ങ് കഴിയുന്നതോടുകൂടെ അതാ ആ ശത്രുക്കളുടെ കൂടെ കൂടാൻ വേണ്ടി വന്ന പിശാചുക്കൾ ചിന്ന ഭിന്നമാവുകയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ ആ ധർമ്മസമരത്തിന്റെ ആ പാതയിലേക്ക് ഇറങ്ങി. സ്വഹാബിമാർ മറ്റുള്ള സ്വഹാബികളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വാളോങ്ങി വരുമ്പോഴേക്ക് അവരുടെ തല തെറിച്ചു പോകുന്നു. പിന്നീട് യുദ്ധം കഴിഞ്ഞ സമയത്ത് ഇത് പറയുന്നുണ്ട്, നിങ്ങളല്ല ഞങ്ങളോട് യുദ്ധം ചെയ്തിട്ടുള്ളത്, അവരെ മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടി നമ്മൾ വാളെടുത്ത് വെട്ടുമ്പോഴേക്ക് ഈ വെട്ടുന്നവന്റെ തല തെറിച്ചു പോകുന്ന ഒരു അത്ഭുത കാഴ്ച ഈ യുദ്ധത്തിൽ കണ്ടു എന്ന് യുദ്ധത്തെക്കുറിച്ച് അവലോകനം ചെയ്ത ശത്രുക്കൾ പോലും പിന്നീട് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് മലക്കുകളെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളെ സഹായിച്ചു. അതാണ് എന്തുകൊണ്ടാണ് ഈ സഹായം നേടിയത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ ജീവിച്ചത് കൊണ്ടാണ്. ഈ സഹായം ഇന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹുവിന്റെ സഹായം എന്നും ലഭിക്കും, ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല. പക്ഷേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞ് ചരിത്രം വിശദീകരിക്കുകയല്ല ഞാൻ. ഈ സംഘടനമെല്ലാം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 ദിവസം ബദറിൽ അവിടെ താമസിച്ച് മലക്കുകളുടെ ഇടപെടലിനെ തുടർന്ന് ശത്രുക്കളെല്ലാം തുരത്തിയോടി. മുസ്ലിങ്ങൾ വിജയിച്ച് 3 ദിവസം അവിടെ താമസിച്ച് ആ താമസിക്കുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് മരണപ്പെട്ടുപോയ കൊല്ലപ്പെട്ടുപോയ നബി തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി, അതേപോലെ തന്നെ ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, ഉമയ്യത്ത് തുടങ്ങിയിട്ടുള്ള ഈ വലിയ കിങ്കരന്മാർ ശത്രുക്കളെല്ലാം ആ ബദർ രണാങ്കളത്തിൽ ചേതനേറ്റ് കിടക്കുകയാണ്. നബി തങ്ങൾ അവരുടെ മൃതശരീരങ്ങളെല്ലാം ബദറിൽ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു, ആ കിണറ്റിലേക്ക് കൊണ്ടുപോയിടാൻ പറഞ്ഞു. നബിതങ്ങളുടെ കൽപ്പന പ്രകാരം സ്വഹാബിമാർ അതെല്ലാം ചെയ്ത് പിന്നീട് നബിതങ്ങൾ ബദറിൽ നിന്ന് തിരിച്ചു പോരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സമയം ആ പൊട്ടക്കിണറിന്റെ അടുത്ത് പോയി നബിതങ്ങൾ അവരോട് പറയുകയാണ്. ഓരോ ആളെയും അബൂജഹലിനെ വിളിച്ചു. അബൂജഹലിനെയും അവന്റെ പിതാവിന്റെയും പേര് വിളിച്ച് ഇന്നാലിന്റെ മോനായ ഇന്നാലിന്നവന്റെ
മകനായ ഇന്നാലിന്ന മനുഷ്യ, ഇങ്ങനെ അതിൽ കിടക്കുന്ന ഓരോ ആളുകളെയും പേര് വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത് സത്യമായിരുന്നു എന്ന് മനുഷ്യരെ നിങ്ങൾക്കിപ്പ മനസ്സിലായില്ലേ? ആ മൃതശരീരങ്ങളോട് നബി തങ്ങൾ സംസാരിക്കുകയാണ്. എന്റെ റബ്ബ് എന്നോട് ചെയ്തിരുന്ന വാഗ്ദാനം, നിങ്ങളോട് ചെയ്തിരുന്ന കരാറ്, നിങ്ങൾ അഹങ്കാരമാണ് സത്യം അംഗീകരിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടസ്സമായി നിന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് സത്യം, ഞാൻ പറഞ്ഞതാണ് യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജനങ്ങളെ എന്ന് ആ ശത്രുക്കളോട് നബി തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറകിലുണ്ട്. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, അവർ മൺമറഞ്ഞു പോയില്ലേ നബിയെ? ആത്മാവില്ലാത്ത മൃദും മുതിർന്ന ശരീരങ്ങളല്ലേ, ഭൗതിക ശരീരങ്ങളല്ലേ അവരോട് അങ്ങാൾ പറഞ്ഞാൽ അവർ അത് കേൾക്കുമോ? എന്ത് സംസാരമാണ്, മൃതശരീരങ്ങളോടാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ ഉമറു, നിങ്ങൾ അവരെക്കാൾ കേൾക്കുന്നവരല്ല. കാരണം നിങ്ങൾ അവരെക്കാൾ കേൾക്കുന്നവരല്ല. അവരുടെ ആത്മാവ് ഇപ്പോൾ സ്വതന്ത്രമാണ്. എന്തും കേൾക്കാനുള്ള കഴിവ് അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ് സത്യം ഏതാണ് അസത്യമെന്ന് മനസ്സിലായി കാണും അവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് തിരുത്തുകയാണ്. മൺമറഞ്ഞു പോയ നമ്മുടെ ഉമ്മമാര്, നമ്മുടെ ഉപ്പാപ്പമാര്, നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ എൻ്റെ ഉമ്മമാരെ, എൻ്റെ മക്കളെ നമ്മൾ ദുആ ചെയ്യണം. മരിച്ചുപോയിരിക്കുന്നതായ ഒരാൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്നെ ഓർക്കുന്നുണ്ടോ, എനിക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നുണ്ടോ എന്ന് നിലയില്ലാത്ത വെള്ളത്തിൽ കിടന്ന് മുങ്ങിത്തപ്പുന്ന ഒരു മനുഷ്യൻ ഒരു പിടിവള്ളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ചു പോകുമെന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവർക്ക് വേണ്ടി നമ്മൾ സലാം പറയുമ്പോ, അവർക്ക് വേണ്ടി ഖുർആനോദി നമ്മൾ ഹദിയ ചെയ്യുമ്പോ, ആ ഖുർആനോത്തിന്റെയും ആ ഹദിയയുടെയും പ്രതിഫലം അവരുടെ അർവാഹുകളിലേക്ക് എത്തും. ഇന്നാള് എൻ്റെ മകൻ, എൻ്റെ മോള് എനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് അല്ലാഹു അവരുടെ അർവാഹിലേക്ക് അറിയിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് മരണശേഷവും നമ്മുടെ മാതാപിതാക്കൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, അവർക്ക് ഉപകാരമുണ്ടാവണം ജനങ്ങളെ. അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോ ഫാത്തിഹ ഓതിയാലും എപ്പോ നമ്മൾ യാസീൻ ഓതിയാലും ആദ്യം നമ്മൾ നബി തങ്ങളുടെ ഹളറത്തിലേക്ക് അതൊന്ന് ഹദിയ ചെയ്യും. ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യും, മഹാന്മാരുടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യും. അവരുടെ അർവാഹിലേക്ക് അത് എത്തുമെന്നാണ്. അങ്ങനെ എത്തുമ്പോ അവർക്കൊക്കെ അല്ലാഹു തആല പരലോകത്ത് ശഫാഅത്തിന് അർഹത നൽകുന്നവരുണ്ട്. അവരുടെ റെക്കമെൻഡ് കൊണ്ട് പരലോകത്ത് ശഫാഅത്ത് നൽകി അല്ലാഹു സ്വർഗത്തിലേക്ക് പോവാനുള്ള ഒരു വഴിയാണ് അതൊക്കെ. നബിതങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ, വ്യാഴാഴ്ച ദിവസം നമ്മളൊരു വെള്ളിയാഴ്ച രാവിലെ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, എൻ്റെ ഉമ്മമാരെ, ആ സ്വലാത്തിനെ അപ്പോൾ തന്നെ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ആ ചൊല്ലിയ വ്യക്തിയുടെ പേരിനെയും ആ വ്യക്തിയുടെ പിതാവിന്റെ പേരിനെയും ചേർത്തുകൊണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ഇന്നാലിന്ന ആളുടെ മകൻ അല്ലെങ്കിൽ മകൾ നബിയെ അങ്ങേക്ക് സലാം പറഞ്ഞിരിക്കുന്നു, സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു എന്ന് റൗളയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നതായ മലക്കുകളുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞപ്പോഴും ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, അങ്ങ് മരണപ്പെട്ടു പോയാൽ, അങ്ങ് വഫാത്തായി പോയാൽ അങ്ങയുടെ ശരീരം മണ്ണിനോട് ലയിച്ചു പോവുകയില്ലേ? ഞങ്ങൾ ചെയ്യുന്നതായ ദുആ എങ്ങനെയാണ് അങ്ങ് അറിയുന്നത് എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മറുപടി എന്താ? ഓ ജനങ്ങളെ, അമ്പിയാക്കളുടെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നുകയില്ല, മണ്ണിനോട് ലയിച്ചു പോവുകയില്ല. ഹറമല്ലാഹു അലൽ അർദി അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരം അത് മണ്ണ് തിന്നു പോവലിനെ അല്ലാഹു ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ വെച്ച് എങ്ങനെ നിങ്ങൾ പറഞ്ഞാലും അതിന്റെ പ്രതിഫലം എനിക്ക് എത്തിച്ചു തരാനുള്ള മലക്കുകളെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട് സ്വഹാബികളെ. അതുകൊണ്ട് ഞാൻ മൺമറഞ്ഞു പോയാലും, ഞാൻ വഫാത്തായി പോയാലും, എത്ര കാലം കഴിഞ്ഞാലും എന്റെ മേലിൽ നിങ്ങൾ സ്വലാത്ത് സലാം പറഞ്ഞാൽ അത് എനിക്ക് എത്തുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്
ആത്മാക്കൾ അത് നശിക്കുന്നില്ല, ശരീരം മാത്രമാണ് നശിക്കുന്നത്. മരണപ്പെട്ടുപോയ നമ്മുടെ ഉപ്പാക്ക് ഉമ്മാക്ക് കുഫാറായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച നബിതങ്ങളോട് എതിരിട്ട് മരണപ്പെട്ടുപോയ അബൂജഹലിന് നബിതങ്ങളുടെ പറയുന്ന ഈ സംസാരങ്ങൾ കേൾക്കാനും അതറിയാനും സാധിക്കുമെങ്കിൽ, അതിന്റെ തിക്തഫലം അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളുടെയായ അർവാഹിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ? നമ്മൾ ഉപ്പയെ ഉമ്മയെ ഖബറടക്കി ആ ഖബറിലേക്ക് 3 പിടി മണ്ണ് വാരിട്ട് ദുആ ചെയ്ത് തിരിച്ചു പോരുമ്പോ അവന്റെ ചവിട്ടടി പോലും ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പ്രതികരിക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അതാ പറഞ്ഞത്, ഉമറേ, അവർ കേൾക്കും, പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ കഴിയില്ല. അവരറിയും, അവർ മനസ്സിലാക്കും, അവരറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യും. പ്രതികരണശേഷിയാണ് അവർക്കില്ലാത്തത്. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഓതുന്ന ഖുർആനോത്തുകൾ, സ്വലാത്തുകൾ, അവർക്ക് വേണ്ടിയുള്ളതായ ദുആകൾ, ഇതെല്ലാം പരലോകത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മരിച്ചുപോയതായ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കെല്ലാവർക്കും പ്രദാനം നൽകുമാറാവട്ടെ. ബദർ ചരിത്രം വളരെ വിശാലമാണ്. ചുരുങ്ങിയ രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ. എവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. ചെറിയ ചില ഭാഗങ്ങൾ, അതിന്റെ ചില ശൈലികളിലൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ബദർ നൽകുന്നതായ പാഠം പ്രധാനമായും നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ പ്രതിസന്ധിയിലും അള്ളാഹു തിന്മ ചെയ്യാതെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, കുടുംബപരമായിട്ട് ഒറ്റപ്പെടുമ്പോൾ, ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, അയൽക്കാരിൽ നിന്ന് എല്ലാം ഒറ്റപ്പെട്ടു പോയാലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഈ ബദരീങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതാണ് അവർ നമുക്ക് നൽകുന്നതായ വലിയ ഒരു പാഠം. അക്രമങ്ങളിലൂടെയോ പേടിപ്പിക്കലിലൂടെയോ അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയിലൂടെയൊക്കെ നമ്മുടെ ആശയത്തെയും നമ്മുടെ വിശ്വാസത്തെയും തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ ആര് വന്നാലും ഞാൻ അതിൽ വീണു പോകില്ല. മരിക്കേണ്ടി വന്നാലും ശരി, അള്ളാന്റെ വിശ്വാസത്തിന് വേണ്ടി, അള്ളാഹ്ക്ക് വഴിപ്പെട്ടതിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും അതിനും തയ്യാർ. അതിനുവേണ്ടി നാടോ വീടോ കുടുംബമോ സമ്പത്തോ എന്തൊക്കെ ഒഴിവാക്കേണ്ടി വന്നാലും അതിനും തയ്യാർ എന്നതാണ് ബദ്രീങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നതായ ജീവിതത്തിന്റെ ശൈലി. നമുക്ക് അത്രയൊന്നും പോവേണ്ട കാര്യമില്ല. അത്രയൊന്നും പീഡനങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല. നമുക്ക് അല്ലാഹു തആലാക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. രാവിലെ എണീറ്റുകൊണ്ട് സുബഹി നിസ്കരിക്കണം. നിസ്കരിക്കുന്നത് കൊണ്ട് ആരും നമ്മളെ തടയില്ല. എന്നാൽ ബദരീങ്ങളെ അങ്ങനെയായിരുന്നില്ല. ഇന്ന് നമുക്ക് മക്കയിലേക്ക് പോവാം, മദീനയിലേക്ക് പോവാം, ആരും നമ്മളെ തടയില്ല. എന്നാൽ ബദരീങ്ങൾ, മുഹാജിറുകൾ, അൻസാറുകൾക്ക് അങ്ങനെയായിരുന്നില്ല. കഅബയുടെ അടുത്ത് വെച്ചുകൊണ്ട് ഉറക്കെ ഖുർആൻ ഓതിയാൽ അവരെ അടിക്കുമായിരുന്നു മുഹാജിറുകളെ. നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. ഇത്രയും പീഡനങ്ങൾ ഏറ്റിട്ടും അള്ളാഹ്ക്ക് ചെയ്യേണ്ട ഇബാദത്തുകൾ അവർ ചെയ്തിരുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു പീഡനങ്ങളും ഒന്നുമില്ലാതെ സുഖോലുപതയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു തടസ്സവും അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിനില്ല എങ്കിൽ, എന്നിട്ടും നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെടുന്നില്ല എങ്കിൽ നമ്മളാണ് ഏറ്റവും നന്ദി കെട്ടവരും, നമ്മളാണ് ലോകത്ത് പരാജിതരായിട്ടുള്ള ജനങ്ങളും എന്ന് മനസ്സിലാക്കുക. ഓരോ പതിറാണ്ട് വരുമ്പോഴും ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെട്ടവരായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുറാഹിമീനായ അൽ മൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, ഒരുപാട് അപാകതകൾ ചെയ്തവരാണ്. വിശുദ്ധമായ റമളാനിൽ മഗ്ഫിറത്തിന്റെ പത്തിൽ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന ഈ പത്തിൽ ഞങ്ങൾ ചെയ്തു കൂട്ടിയ തിന്മകളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. ഇതെല്ലാം പരസ്യപ്പെടുത്തി ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ആരെയും നീ വഷളാക്കരുതേ റഹ്മാനെ.
നീ പുറത്തു കൊടുത്ത് ഒരുപാട് പേരെ സ്വർഗത്തിൽ കടക്കുന്ന വിഭാഗങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വിശുദ്ധമായ റമളാനിൽ ഇനിയുള്ള ദിവസങ്ങളിലും നീ ഇഷ്ടപ്പെട്ടതുപോലെ സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, ഉപ്പ, വല്ലിമ്മ, വല്ലിപ്പ, ഞങ്ങളുടെ അമ്മാമന്മാർ, അമ്മായി, എളീമ, മൂത്തുമ്മമാര്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവർ, ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നവർ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ക്ലാസ്സിൽ വന്നിരുന്ന ഇതുപോലെ ആമീൻ പറഞ്ഞിരുന്നവർ, അല്ലാഹുവേ, പല ഉപ്പമാരും ഉമ്മമാരും ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുകയാണ്. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ സുവരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ മക്കളെയും നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, ലഹരി ഉപയോഗം ദുരവ്യാപകമായി ഞങ്ങളുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഭാര്യ, ആൺകുട്ടികൾ, പെൺമക്കൾ, അവരെയൊന്നും അത്തരത്തിലുള്ള ആ ഒരു വിഷമത്തിൽ നീ പെടുത്തല്ലേ റഹ്മാനെ. ലഹരിക്കടിമയുള്ള മക്കളാക്കി ഞങ്ങളെ മക്കൾ നീ മാറ്റല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഓത്തുപള്ളിയിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും നല്ല മക്കളാക്കണേ റഹ്മാനെ. പഠിച്ചുപോയവരെയും നീ നല്ലവരാക്കണേ റഹ്മാനെ. ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നാലും അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള ഈമാനികമായ കഴിവ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ആഴ്ചയും ഈ ക്ലാസ്സിലേക്ക് വരുന്ന ഉമ്മമാര്, ഉപ്പമാര്, കുട്ടികൾ, പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, അല്ലാഹുവേ, അവരൊക്കെ നിനക്കറിയാം. ഇതിന്റെ ഫലമായി അവരുടെ ജീവിതത്തിൽ നീ അഭിവൃദ്ധിയും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ഈ ക്ലാസ്സിൽ വരുന്നതും ഈ ഇൽമു പറയാൻ ഇവിടെ സന്നദ്ധരാകുന്നവരും ഇതിൽ വന്നിരിക്കുന്നവരും, അല്ലാഹുവേ, അവർക്കൊക്കെ ഇത് കാരണമായി അവരുടെ ആഖിറം നീ വിജയിപ്പിക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ നീ മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഹൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സോടുകൂടെ നമുക്ക് റമളാനിലെ ക്ലാസ് അവസാനിപ്പിക്കണം. പിന്നെയുള്ള ക്ലാസ് നോമ്പിന്റെ തൊട്ട് മുമ്പായിരിക്കും. അപ്പോൾ അവസാനത്തെ ഞായറാഴ്ച വേണ്ട, അടുത്ത ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും. അന്നത്തെ വിഷയം ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നമുക്കൊന്ന് പ്രതിപാദിക്കണം. 22ാമത്തെ നോമ്പായിരിക്കും. അതേപോലെ തന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. സ്വർണത്തിന്റെ സക്കാത്ത്, ക്യാഷിന്റെ സക്കാത്ത്, അതെത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എത്രയായാലാണ് കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള ചില ചർച്ചകളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകും. അപ്പം മുടങ്ങാതെ എല്ലാ ആളുകളും അടുത്ത ക്ലാസ്സിലും ഇൻഷാ അല്ലാഹ് ഇന്ന് തുടങ്ങിയതുപോലെ കറക്റ്റ് 10:30 തുടങ്ങി 11:30 ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരിമാരുടെ ദുആകളിലൊക്കെ എന്നെയും കുടുംബത്തെയും നമ്മുടെ നാടിനെയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ ദുആകളിലൊക്കെ നിങ്ങളെയും കുടുംബത്തെയും നമ്മുടെ നാടിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യും എന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹ്